കാലത്തിന്റെ യാത്രയിൽ ചിതലെടുക്കുന്നൊരോർമ്മയല്ല നവംബർ 25. കണ്ണീരിൽ ചാലിച്ചൊരു കഥനകഥയല്ല. ചിറകറ്റ സ്വപ്നങ്ങൾ തകർന്നു വീണെരിഞ്ഞു തീർന്ന പട്ടടയല്ല. പോരാട്ടത്തിന്റെ പന്ഥാവിൽ ഒരു തീപ്പന്തമായി ജ്വലിക്കുന്ന ഓർമ്മയാണത്. മുതുകത്ത് മുറിവേൽക്കാതെ ധീരതയുടെ നാനാർത്ഥങ്ങളായി ചരിത്രത്തിലേക്കും പതിനായിരങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ചേക്കേറിയ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ, നേരിന്റെ പോർനിലത്ത് നെഞ്ചുവിരിച്ച് ചോര ചിന്തി ചരിത്രരഥികയിൽ ചുവപ്പ് നക്ഷത്രമായി ജ്വലിച്ച് കുഴിമാടങ്ങളിൽ കനലായി ജ്വലിക്കുന്നവർ. ഓരോ രക്തസാക്ഷിയും അമ്മമാരോട് പറയുന്നു, ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, 5 പേരൊപ്പമുണ്ട്, അമ്മയ്ക്ക് മക്കളായി ആയിരങ്ങളും. കൂത്തുപറമ്പിന്റെ പോരാട്ടഭൂമിയിൽ തണ്ടൊടിഞ്ഞ് തളർന്നു വീണിട്ടും ഇന്നും ആവേശത്തിന്റെ കനലായി ജ്വലിക്കുന്ന ജീവിക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സഖാവ് പുഷ്പൻ. ഞങ്ങളുടെ തകർച്ച കൊതിച്ച കാതുകളിൽ ഇടിമുഴക്കമായി ശോഭയൗവനത്തെ തെരുവിൽ തല്ലിച്ചതച്ച ഭരണമേലാളന്മാർക്കുള്ള താക്കീതായി, അരാഷ്ട്രീയത അടിച്ചേൽപ്പിച്ച് അരാജകത്വ പ്രവണങ്ങളെ മാടി വിളിക്കുന്ന അധമ മനസ്സുകൾക്കുള്ള മുന്നറിയിപ്പായി, നിഷ്കളങ്കിത ബാല്യങ്ങൾക്ക് മതവെറിയുടെ നാക്കിലയിൽ വിദ്വേഷം വിളമ്പുന്ന വേട്ടപ്പട്ടികൾക്കുള്ള വെല്ലുവിളിയായി, ഇടനെഞ്ചിലെ ചോര കൊണ്ട് തൂവള്ള കൊടിക്കോണിലെ താരകം ചുവപ്പിച്ച പോർനിലങ്ങളിൽ നിന്നും അഗ്നിയായി ജ്വലിച്ചുയർന്ന അനശ്വരരായ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ. ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു, ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ, നിറയെ ചുവന്ന പൂക്കൾ.